ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. സസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഡെയിലിയുള്ള പ്ലാന്റ്സിന്റെ അപ്ഡേഷൻസും കെയറിങ്ങും ഒക്കെ കിട്ടാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം നോക്കിക്കേ, ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുള്ളി ഒന്ന് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി ആൾക്കാർ പല ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. നോക്കി ഇതുപോലെ, അതായത് എൻ്റെ ഓരോ പാഴ്സലും നിങ്ങൾക്ക് കത്രികയോ ഉപയോഗിക്കാതെ പൊട്ടിക്കാൻ പറ്റില്ല. അത്രത്തോളം നമ്മൾ ഈ ഒരു പാക്കറ്റിനെ നന്നായിട്ട് സീൽ ചെയ്തിട്ടാണ് വെക്കുന്നത്. ബ്രൗൺ ടേപ്പ് നന്നായിട്ട് യൂസ് ചെയ്ത് സീൽ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു 15 രൂപയ്ക്ക് കട്ടിങ്സ് വാങ്ങിക്കുമ്പം അതും ബാർഗെയിനിങ് ചെയ്യാറുണ്ട്. കട്ടിങ്സ് എക്സ്ട്രാ വെക്കണം, നമുക്ക് ഫ്രീ കട്ടിങ്സ് കുറേ തരണം, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമുക്ക് ഈ പ്ലാന്റ്സ് എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. നമ്മുടെ ഓൺ പ്രൊഡക്ഷനുള്ള എത്രത്തോളം നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ നടത്തിയാലും നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഹാർഡ്ബോർഡ്സും ഈ ബോട്ടിൽസും എല്ലാം തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ബുധനാഴ്ച അയച്ച പ്ലാന്റ് ആണ്. ഇന്നിപ്പം വ്യാഴം, വെള്ളി, ശനിയായി. അപ്പം കസ്റ്റമർ ഇന്ന് എനിക്ക് പ്ലാന്റ് കിട്ടിയില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ, ഇന്നലെ വൈകിട്ട് പറഞ്ഞാണ്, ഇന്നാണ് ഞാൻ മെസ്സേജ് കണ്ടത്. ഇന്ന് അവർ പറഞ്ഞപ്പോഴത്തേനാണ് ഞാൻ ഇന്നപോലെ പ്ലാന്റ്സ് ആൾക്ക് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ കൊറിയർ ഓഫീസിൽ വിളിച്ച് അവരുടെ നമ്പർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിയറസ്റ്റ് ഒരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്പറിൽ എന്തോ ഇഷ്യൂ ആണ്, വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാണ് കൊറിയർ ഓഫീസിൽ നിന്ന് പറഞ്ഞത്. നോക്കി, ആ ബുധനാഴ്ച അയച്ച പ്ലാന്റ് എത്രത്തോളം ഹെൽത്തി ആയിട്ടാണ് ഇന്ന് ശനിയാഴ്ച ചെന്നതെന്ന് ആളുടെ റിയാക്ഷൻ ഇപ്പൊ കാണാൻ കേട്ടോ. ആള് നമുക്ക് തമ്മിൽ തന്നിട്ടുണ്ട്. ആൾക്ക് നല്ല സേഫ് ആയിട്ടാണ് പ്ലാന്റ് കിട്ടിയിരിക്കുന്നത്. ബുധനാഴ്ച അയച്ചാണ്, വ്യാഴം, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അപ്പം ഈ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് പ്ലാന്റ് ആളുടെ കൈ കിട്ടിയിട്ട്. പ്ലാന്റിന് യാതൊരുവിധ ഡാമേജും ഇല്ല. നമ്മുടെ പൂക്കൾ പോലും ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. ഇനി നിങ്ങൾക്ക്, അതായത് ഇത് നമ്മുടെ പ്ലാന്റ് അയക്കുന്ന 100-ൽ 99.9% ആൾക്കാർക്ക് ഇതുപോലെ പ്ലാന്റ് ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് 1-2 ആൾക്കാരെ ഇങ്ങനെ കംപ്ലൈൻറ്റ്സ് അവരുടെ പ്ലാന്റ് അഴുകിപ്പോയി എന്നൊക്കെ പറയുന്നുള്ളൂ. ആക്ച്വലി അതിന്റെ റീസൺ എനിക്ക് അറിയില്ല. എല്ലാവർക്കും ഞാൻ ഒരുപോലെയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. എല്ലാവർക്കും ഇതുപോലെ ബോട്ടിൽ വെച്ചിട്ടാണ് പ്ലാന്റ്സ് അയക്കുന്നത്. പിന്നെ എന്താണ് പ്ലാന്റ്സിന് പറ്റുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇതുപോലെ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇത്രയും ഈ 10 കട്ടിങ്സും ഒരുപോലെ വെക്കുക. അതായത് അതിന്റെ അടിവശം എല്ലാം ഒരുപോലെ വെച്ചിട്ട് ഞാൻ തന്ന ബോട്ടിലിൽ ആ ഒരു വട്ടം ഉണ്ടല്ലോ, അത് ബാക്കി മുറിച്ച് കളഞ്ഞേക്കുക. മുറിച്ചതിന് ബാക്കി മുറിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുത്താൽ മതി. 100% സക്സസ് ആയിക്കോളും കേട്ടോ. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചത്. അടുത്ത വീഡിയോയിൽ കാണാം.